പത്തനംതിട്ട പെരുന്നാട്ടിലെ CI2 ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഖിൽ, ശരൺ, ആരോമൽ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ജിതിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, അരും കൊലയാണ് സംഘപരിവാർ നടത്തിയിരിക്കുന്നത്. നാട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, ഡിവൈഎഫ്ഐയുടെ CI2-ന്റെ ഒക്കെ പ്രവർത്തകൻ, പൊതുകാര്യത്തിലൊക്കെ എപ്പോഴും ഇടപെട്ട് നടന്നിരുന്ന ഒരു പ്രവർത്തകനെയാണ് ഇന്നലെ സംഘപരിവാർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ 3 പേർ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ സംഘപരിവാർ ബന്ധമുള്ളവരാണോ? എത്ര പ്രതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം? മനു, 8 പ്രതികളാണ് ഉള്ളതിൽ. അതിൽ 3 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശരൺ, അഖിൽ, ആരോമൽ എന്നാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി വിഷ്ണുവാണ്. വിഷ്ണുവിനുള്ള തിരച്ചിലാണ് പോലീസ് നടത്തുന്നത്. വിഷ്ണുവാണ് ഈ ജിതിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്നതിന് പ്രധാന പ്രതി. നമ്മോടൊപ്പം ഇപ്പോൾ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധത്തിലാണ് ജില്ലയിൽ പോകുന്നത്. കോന്നിയിൽ ഇതിനോടൊപ്പം തന്നെ പ്രതിഷേധ പ്രകടനം നടന്നു കഴിഞ്ഞു. പത്തനംതിട്ട നഗരത്തിലും ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ജിതിൻ്റെയും പെരുന്നാട് എന്ന ഗ്രാമം. ആ പെരുന്നാട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷും ജില്ലാ സെക്രട്ടറി നിസാമും എത്തിയിട്ടുണ്ട്. പെരുന്നാട്ടിലും വലിയൊരു പ്രതിഷേധത്തിനാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ കടക്കുകയാണ് അല്ലേ അനീഷ്? അതെ, ഡിവൈഎഫ്ഐ ജില്ലയിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്രൂരമായ കൊലപാതകമാണ്. 34 വയസ്സ് മാത്രമുള്ളൊരു ചെറുപ്പക്കാരനെ കടാര കൊണ്ട് കുത്തി ഇറക്കിയാണ് കൊല ചെയ്തിട്ടുള്ളത്. വിഷ്ണു എന്ന RSSകാരനാണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ളത്. വിഷ്ണുവിനെ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആസൂത്രിതമായ കൊലപാതകമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. RSSകാർ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സംഘർഷ സ്ഥലത്തെത്തിയ മുഴുവൻ BJP RSSകാരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ആസൂത്രിതമായി തയ്യാറായി വന്ന ഒരു കൊലപാതകത്തിൻ്റെ സൂചനയാണ്. പക്ഷേ ഈ വിഷയങ്ങൾ ആകെ നടക്കുമ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ സമീപനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കേരളത്തിലെ മാധ്യമങ്ങളാകെ ഈ കൊലപാതകത്തെ തമസ്കരിക്കുകയാണ്. ഡിവൈഎഫ്ഐക്കാരനോ CI2കാരനോ കേരളത്തിലെ ഇടതുപക്ഷക്കാരനോ മരിച്ചാൽ അത്, അല്ലെങ്കിൽ RSSകാരനാൽ കൊല ചെയ്യപ്പെട്ടാൽ അതൊരു കൊലപാതകമായി പറയാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ മടികാടിക്കുകയാണ്. ഇപ്പോൾ രാവിലെ തൻ്റെ മകൻ്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം അറിഞ്ഞെത്തിയ അച്ഛനോട് ചോദിക്കുകയാണ് ഒരു മാധ്യമം, ഇത് രാഷ്ട്രീയമാണോ ഇതിൻ്റെ പിറകിലെന്ന്. സ്വാഭാവികമായും മകൻ്റെ മരണമറിഞ്ഞെത്തുന്ന, ദുഃഖിതനായി എത്തുന്ന അച്ഛനോടുള്ള മാധ്യമത്തിൻ്റെ ചോദ്യം, എങ്ങനെ ഇത് രാഷ്ട്രീയമല്ലാതാക്കാം അല്ലെങ്കിൽ RSSകാരനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. വലിയ പ്രതിരോധം ഇതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തീർക്കുന്നതാണ്. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധത്തിനാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് തലങ്ങളിൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പെരുന്നാട് ബ്ലോക്കിലും, അതായത് ഈ കൊലപാതകം നടന്ന സ്ഥലത്തും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധ പ്രകടനത്തിനാണ് അല്പസമയത്തിൽ നടക്കും. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രകടനം നടക്കും. ഇതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് RSS BJP സംഘമാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയിരിക്കുന്ന ആസൂത്രിത കൊലപാതകമെന്നാണ് ഇവിടെ ആരോപണം. അതിനായി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കടാരയുമായി സംഭവ സ്ഥലത്ത് എത്തുന്നു, പിടിച്ചു വെച്ച് കുത്തിക്കൊലപ്പെടുത്തുക എന്നത് ആസൂത്രിത കൊലപാതകം തന്നെയാണ് കണക്കാക്കുകയും ചെയ്യുന്നത്. മനു, ശരി. സുജു വിവരങ്ങൾ പത്തനംതിട്ടയിൽ പെരുന്നാട്ടിൽ നിന്ന് നൽകിയത്.